ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് സൺഡേ അല്ലേ? ഓക്കെ, അപ്പം നമുക്കിന്ന് ഈ വരാൻ പോകുന്ന വീക്കിലേക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഈ വീക്കിൽ നിങ്ങൾക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക, എന്താണ് നടക്കാൻ പോകുന്നത്, നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കാം. ആൻഡ് മൂന്നാൾജി ഡെക്കുന്ന ഞാൻ ഉറക്കിലെടുക്കാം. നിങ്ങളുടെ എനർജീസ് നമുക്ക് നോക്കാം ഈ 1 വീക്ക് മുന്നോട്ട് എന്ന രീതിയിൽ. ഒരു ഓവറോൾ എനർജി നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം ഏസ് ഓഫ് പെന്റിക്കിൾസ്. 6 ഓഫ് പെന്റിക്കിൾസ് ആണ്, 8 ഓഫ് സോർഡ്സ് ആണ്, 4 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, 2 ഓഫ് പെന്റിക്കിൾ. എല്ലാം മണി റിലേറ്റഡ് ആണല്ലോ കാണുന്നത്. 4 ഓഫ് വോൺസ് അഗെയിൻ പെന്റിക്കിൾസ് ആണ്, 10 ഓഫ് പെന്റിക്കിൾ, കിങ് ഓഫ് കപ്സ്, 2 ഓഫ് സോർഡ്സ്, എംപറർ, ജഡ്ജ്മെന്റ്. ഇവിടെ ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ചിലവർക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്ന കാര്യം വളരെ പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ന്യായം വരുന്നത്. നിങ്ങൾ കോർട്ട് കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ തർക്കത്തിലോ പെട്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും ഒരു വിൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കേസോ കാര്യങ്ങളോ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു പണം വരാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും തരാനുണ്ടെങ്കിലായാലും നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ സപ്പോസ് തരാനുണ്ട്, പൈസ തിരിച്ചു തരാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ശരി, നിങ്ങളുടെ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ചിലപ്പോൾ വലുതും കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ അഗെയിൻ ഒരു കേസിന്റെ കാര്യമാണ് എനിക്ക് വല്ലാതെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ കേസും കാര്യങ്ങളും വരില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ അതുപോലെ എടുത്തോളാം. മേ ബി നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ന്യായമായ ഒരു അംഗീകാരം കിട്ടും. നിങ്ങൾക്ക് വേണ്ട ഒരു ചിലപ്പോൾ വല്ല പ്രൊമോഷൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാലറി ഇൻക്രീസ്, സാലറി കൂട്ടി കിട്ടുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ബോണസ് കിട്ടുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഗവൺമെൻറ് നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിലായിരിക്കാം, ലോൺ വല്ലതും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം വരുന്നതാണ്. കാരണം ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് ഓൾറെഡി ഉണ്ട്. ആൻഡ് ഈ കാർഡും ഇത് ജസ്റ്റിസിന്റെ കാർഡല്ല, അത് 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. 6 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ എപ്പോഴും പറയും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ നമ്മൾ പറയും. ബാലൻസ് ആവും നമ്മുടെ ലൈഫിൽ എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തിരിച്ചും നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കാണ് പറയാം. സോ നിങ്ങൾ കൊടുത്ത കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറയാം. അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഐ തിങ്ക് ഈ കാർഡ് ഞാൻ എപ്പോഴും ഈ ഡെക്കിൽ, സാധാരണ എല്ലാ ഡെക്കിലും ഇതിലിങ്ങനെ നമ്മൾ അടക്കി പിടിക്കുന്ന തരത്തിലാണ് കാണിക്കുക. പക്ഷെ നിങ്ങളിത് ഇവിടെ ഇത് കൊടുക്കുന്ന തരത്തിലാണ്, മീൻസ് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മളെല്ലാം കൊടുക്കുന്ന ഒരു തരത്തിൽ. അപ്പം നിങ്ങൾ കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് ഏത് തരത്തിലായാലും, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിലായാലും, പണം കൊടുത്ത് സഹായിക്കുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ അവർക്ക് ആളായി നിന്ന് എന്ത് തരത്തിലായാലും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ന്യായമായ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ഭാഗത്തേക്ക്, അതായത് ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ട് അത് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കും ഒരുപാട് അല്ലേ? അങ്ങനെ ഒരുപാട് സംഭവിക്കാറുണ്ട്. കാരണം നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരാളെ സഹായിക്കണം എന്ന രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും, പക്ഷെ അവരതുപോലെ തിരിച്ച് ചിലപ്പോൾ തരാമെന്ന് പറയുന്ന സമയത്ത് തരില്ല. അങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും കാലം. സോ ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസും 2 ഓഫ് സോർഡ്സും ഉണ്ട്. ചില കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. ഇവിടെ 8 ഓഫ് സോർഡ്സ് നമ്മൾ പെട്ട് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ഇല്ലാതായിട്ടുണ്ടാവും. യെസ്, അങ്ങനെ തന്നെയാണ് എനിക്കിത് ശരിക്കും സ്റ്റോറി നിങ്ങൾ നോക്കിയാൽ അറിയും. നിങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, വല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? നിങ്ങൾക്കൊരു ആവശ്യത്തിന് നിങ്ങൾ പെട്ട് നിൽക്കുകയാണ്, മീൻസ് നിങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊന്നും തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്ന ജഡ്ജ്മെന്റ് വരുന്നു എന്നാണ്. സോ ആക്ച്വലി ചോദിക്കുക നിങ്ങൾ. ഞാൻ നമ്മൾ വരും എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? അവരാരെങ്കിലും കൊണ്ടുവന്ന് ശരിയാണ് വരും, നമ്മൾക്ക് തനിയെ ഇങ്ങോട്ട് വരും, ചിലതൊക്കെ ഇല്ല എന്നല്ല, എന്നാലും നിങ്ങൾ ചോദിക്കേണ്ട അവിടെ നിങ്ങൾ ചോദിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്. നിങ്ങൾ ചോദിക്കണോ വേണ്ടേ? എന്താവും നിങ്ങളുടെ കാര്യത്തിൽ ആക്ച്വലി നിങ്ങളുടെ കയ്യിലില്ല.
നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ഇത് ഞാൻ തിരിച്ച് ചോദിക്കണോ, ചോദിച്ചാൽ അവർ തരുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമാവോ എന്ന പേടിയായിരിക്കാം നിങ്ങൾക്ക്. അങ്ങനെ പേടിച്ച് അങ്ങനെ വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം അല്ലേ. നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ വേറെ ആരും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അതിപ്പം ഈവൻ ഇമോഷണൽ ആയാലും ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുക, മറ്റുള്ളവരെ കെയർ ചെയ്യുക, അതൊക്കെ ഒരുപാട് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ച് ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും മടി വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ പൈസ നിങ്ങൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത മണി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വെറുതെ കിട്ടിയൊന്നുമല്ലല്ലോ. നിങ്ങൾ എടുത്ത് കൊടുത്തത് എവിടുന്നാണ്? നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സാലറി വരുന്നത് അല്ലെങ്കിൽ വലുതും മിച്ചം വന്നത് അതിനെ എടുത്തിട്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിരിച്ച് ചോദിക്കുന്നതിൽ ഒരിക്കലും ഒരു വിഷമം വിചാരിക്കരുത്. ഓക്കെ, കർമ്മ എന്നുള്ള ഒരു കാര്യമുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ കർമ്മ ഉണ്ട്. നിങ്ങൾ ചോദിക്കണം. ചോദിക്കേണ്ട അവിടെ നിങ്ങൾ, അതായത് നിങ്ങളുടെ വോയിസ്, നിങ്ങൾക്ക് എന്താണ് പേടി തോന്നാൻ എന്താണ്? മീൻസ് ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് ദേഷ്യപ്പെടുമോ, അവരെന്നോട് വിഷമം തോന്നുമോ, അവർക്ക് വിഷമാവോ, അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അത് എപ്പോഴും അത് ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ, അവനവൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. വേറെ ആരും നമ്മുടെ കാര്യം ശ്രദ്ധിക്കാനുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇല്ലാത്ത കൂടി കൊടുത്ത് നിങ്ങൾ അവസാനം പാപ്പരായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒക്കെ അഫക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? നിങ്ങളുടെ ഫാമിലിക്ക് ഉള്ളതുണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കണ്ടേ? നിങ്ങളുടെ ലൈഫിന് വേണ്ടതുണ്ടോ എന്നുകൂടി നിങ്ങൾ നോക്കണ്ടേ? ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതിൽ തെറ്റില്ല. സോ ചോദിക്കാം. ഓക്കെ, ആ ചോദിക്കുമ്പോൾ എല്ലാം കിട്ടും എന്ന് പറയുന്നില്ല ഞാൻ, പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് തിരിച്ചു വരികയും ചെയ്യും. ഓക്കെ, ആ വോയിസ് നിങ്ങളുടെ പുറത്തു കൊണ്ടുവരാം. ചോദിക്കാൻ മടിച്ച് നിങ്ങൾ നിൽക്കരുത് ഒരിക്കലും. ഓക്കെ, അത് ഏത് കാര്യത്തിലായാലും അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് പണം ഇവിടെ വന്നിട്ടുണ്ട്, കൂടുതൽ പെൻറ്റക്കിൾസ് ആണ്. സോ ഇതൊരു പ്രാക്ടിക്കലായ കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പണം പൈസ എന്നുള്ളത് പറയുന്നത്. അതല്ല, നിങ്ങൾ ഇമോഷണലി നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കെയറും കാര്യങ്ങളും, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. ഓക്കെ, നിങ്ങളത് പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് കാണുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ പറയും കൂടി വേണം, എനിക്കിത് കിട്ടിയിട്ടില്ല, എൻ്റെ ശരിയല്ല എന്നോട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കൂടി കഴിയണം. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇമോഷണലായിട്ട് നിങ്ങൾ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, പറയാൻ നിങ്ങൾ ആവശ്യമുള്ള അവിടെ, ഓക്കെ, നിങ്ങൾ സ്ട്രോങ്, ആക്ച്വലി എംപറർ ഉണ്ട് ഇവിടെ, ആവശ്യമുള്ള അവിടെ മീൻസ് വേണ്ട സ്ഥലങ്ങളിൽ നിങ്ങളായ ഒരു എംപറർ പവറിലേക്ക് നിങ്ങൾ വരും വേണം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പവറിൽ നിങ്ങൾ നിൽക്കും വേണം. നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ എപ്പോഴും അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, എപ്പോഴും അവരുടെ സന്തോഷം, അവരുടെ വിഷമം അങ്ങനെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളും മാറ്ററാണ്. ഓക്കെ, സോ ചോദിക്കേണ്ട അവിടെ ചോദിക്കുക, പറയേണ്ട അവിടെ പറയുക. ആക്ച്വലി നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഈ അബണ്ടൻസ് അഗൈൻ ഇതാണ് ഇവിടെ നമ്മൾ പ്രശ്നം വരുന്നതാണ്. ടാരോ റീഡിങ്ങിൽ നമ്മൾ പറയുമ്പോൾ അബണ്ടൻസ് വരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ വരും അത് നിങ്ങൾ ആലോചിക്കണം. എങ്ങനെയാണ് വരിക? ഓക്കെ, വെറുതെ ഇരുന്ന് കൈയും കെട്ടിയിരുന്നാൽ എല്ലാം നമ്മുടെ വീട്ടിന് മുമ്പിലേക്ക് വരില്ല. ചിലത് വരും, ഓക്കെ, കുറച്ചൊക്കെ വരുമായിരിക്കും, പക്ഷെ ഫുള്ളായിട്ട് നമുക്ക് വേണ്ട ശരിക്കും ഒരു അബണ്ടൻസ് ലെവലിൽ എത്താനുള്ളത് ഉണ്ടാവില്ല. അതിനുവേണ്ടി നിങ്ങൾ കൂടി ചിലത് പരിശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, പണമൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ചിലത് നമുക്ക് കിട്ടില്ല, യെസ്, അത് നമ്മുടെ പോകാനുള്ളതായിരിക്കാം. പക്ഷെ പലർക്കൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരാവശ്യം പറഞ്ഞ കാര്യങ്ങളും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വയ്ക്കാനും നിങ്ങൾ മടി വിചാരിക്കരുത് ഒരിക്കലും. അതേപോലെ ഇമോഷണലും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കെയർ നിങ്ങൾക്ക് കൂടി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അല്ല, കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അവിടെ നിൽക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. ഓക്കെ, അവിടെ നിൽക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ദാറ്റ് ന്യായമാണോ എന്നോട് നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, സോ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അബണ്ടൻസിലേക്ക് എത്താനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അബണ്ടൻസ് എത്തും എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ യെസ്, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഫാമിലിയിൽ സ്റ്റെബിലിറ്റി വരും. നിങ്ങൾ ചിലവർക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ. സോ നല്ല കാര്യമാണ്. പക്ഷേ ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കാനുണ്ട്. നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനുണ്ട്. ഇങ്ങനെ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നുള്ള ഒരു തീരുമാനം അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങളാണ് ആലോചിച്ച് ചില സ്റ്റെപ്സ് എടുക്കേണ്ടത്, ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ആലോചിച്ച് മാത്രം ഇരുന്നാൽ പോരാ. കൺഫ്യൂഷനായിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ചെയ്യേണ്ട അവിടെ, ആക്ഷൻ എടുക്കേണ്ട അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആൻഡ് ഇവിടെ എംപറർ ഉണ്ട്. സോ നിങ്ങൾ ആ ഒരു എംപറർ ലെവലിലേക്ക് നിങ്ങൾ വരാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, മറ്റുള്ളവരെയും കെയർ ചെയ്യണം, പക്ഷെ അവനവനെയും കെയർ നിങ്ങൾ വിടാൻ പാടില്ല. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ എനർജി നിങ്ങൾക്ക് ഈ വീക്കിൽ ഐ തിങ്ക്. പക്ഷേ ഒരു അബണ്ടൻസ്, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഒക്കെ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിന് വേണ്ട ചില സ്റ്റെപ്സ് പക്ഷെ നിങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എടുത്തു പറയാം. അബണ്ടൻസ് വരുന്നു എന്ന് കാർഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൈയും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ അതിന് വേണ്ടത് എന്താ ചെയ്യുന്നുണ്ടോ എന്ന് ഓടി നോക്കൂ.
ആക്ച്വലി നിങ്ങളുടെ ചില ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും എന്നുകൂടി എനിക്ക് തോന്നി. ഞാൻ അതുകൂടി പറയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻപ് എന്തെങ്കിലും ഇട്ട കാര്യങ്ങളായിരിക്കാം. ലൈക്ക് നമ്മൾ എന്തെങ്കിലും നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നും ഒക്കെ പറയാം കേട്ടോ. എനിക്ക് എന്തായാലും ഫ്യൂച്ചർ യെസ് നല്ലതാണ് കാണുന്നത്. നമുക്ക് ഗുഡ്. ഓക്കെ, ലെറ്റ്സ് സീ. മൊണോളജി എടുക്കുന്ന ദ എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം ആൻഡ് ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ചില ഡിസിഷൻ നിങ്ങൾ എടുക്കാനുണ്ട്, അതാ പറഞ്ഞ. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. വിൻ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ്. ഇത് നമ്മുടെ 2 ദിവസം ഫുൾ മൂൺ ദിവസം ചെയ്തപ്പോഴും പറഞ്ഞു. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. സ്റ്റക്ക് സിറ്റുവേഷൻ. യെസ്, ഈ കാർഡ് എടുത്ത് ഇവിടെ മേലെ വെക്കട്ടെ. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. And balance spirituality and practicality. You're very close to achieving your goal എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഗോൾ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടേണ്ടതിന്റെ വളരെ അടുത്താണ് നിങ്ങൾ എന്നാ പറയുന്നത്. പക്ഷെ ചില സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണം. പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഓക്കെ, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഓക്കെ, മുൻപ് നടന്ന കാര്യങ്ങൾ പാസ്റ്റിൽ ജീവിക്കരുത്, ഫ്യൂച്ചറിലും ജീവിക്കരുത്, ഇന്നലെ ജീവിക്കുക. ഇന്നലത്തെ റീഡിങ്ങിലും ഞാനിതാ പറഞ്ഞത് സെയിം കാര്യം. ഓക്കെ, ആ പാസ്റ്റിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിന്ന് പോകും. ഓക്കെ, എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ സ്പീഡായിട്ട് ഇനി മുമ്പിലേക്ക് നടക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങളിൽ മാറ്റം വരും, ചേഞ്ചസ് വരും എന്ന രീതിക്ക്. പക്ഷേ ഈ ചേഞ്ചസ് വരാൻ നിങ്ങൾ കൂടി പരിശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ചോദിക്കേണ്ട അവിടെ ചോദിക്കണം, പറയേണ്ട അവിടെ നിങ്ങളുടെ വോയിസ് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഓക്കെ, നിങ്ങൾ സൈലന്റ് ആയി ഇരുന്നിട്ട് എല്ലാം ഓക്കെ എന്റെ മടിയിൽ കൊണ്ടുവന്ന് എല്ലാവരും തരും എന്ന് പറഞ്ഞിരുന്ന നടക്കാൻ പോകുന്ന കാര്യമല്ല. ഓക്കെ, നിങ്ങൾ ശബ്ദം ഉയർത്തേണ്ട അവിടെ ശബ്ദം ഉയർത്തണം. ഓക്കെ, നിങ്ങൾ ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതിലൊന്ന് വർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചില മെത്തേഡ്സ് ഞാൻ ഇടയിൽ ഒരു വീഡിയോ ഇടാം. ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ്. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം എടുക്കാനുണ്ട്, ആ തീരുമാനങ്ങൾ വരുന്നു. ഓക്കെ, ചില തീരുമാനം എടുക്കുമ്പോൾ അത് എന്താ പറയുക, ചിലത് നിങ്ങൾക്ക് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, ചിലത് നിങ്ങൾക്ക് എന്തായാലും അതിലൊക്കെ നല്ലത് വരട്ടെ. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിക്കാം. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ ചില തീരുമാനം എടുക്കാനുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ അല്ലേ. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളെ കാര്യങ്ങൾ ഒരു തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്ന രീതിയിൽ പറയാം. ഓക്കെ, കാര്യങ്ങൾ ശരിയാവും, ബെറ്റർ ആവും എന്ന രീതിയിൽ. ഓക്കെ, വിൻ വിൻ ഔട്ട്കം. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലൈഫിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നല്ല ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബാലൻസ് സ്പിരിച്വാലിറ്റി. ഓക്കെ, സോറി, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി എന്നുണ്ട്. നിങ്ങൾ മൈൻഡിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി നിങ്ങൾ റിമൂവ് ചെയ്യുക, ബ്ലോക്കേജസ് മാറ്റി നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം. ഓക്കെ, അതെങ്ങനെയാ മാറ്റുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തടസ്സം വരുന്നത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ സിനാരിയോ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ കരിയറിൽ ഗ്രോത്ത് അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് വരാൻ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കിട്ടും എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്താണ് തടസ്സം വരുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് തിരിച്ചു കിട്ടാത്തതാണോ, അതോ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ശരിക്കും തരാത്തതിന്റെ ആണോ? അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ എന്താ സ്റ്റെപ്സ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, ജോലി വിട്ടു മാറണോ, വേറെ സ്ഥലത്തേക്ക് മാറണോ, അതോ അവിടെ മാനേജറുടെ അടുത്തോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ കാര്യമായി പറയണോ ദാറ്റ് എനിക്ക് ഇത്ര പോരാ എനിക്ക് കിട്ടുന്നത്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് എന്റെ വാല്യൂ ഇത്ര അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. ആദ്യത്തെ കാര്യം. ഓക്കെ, സെൽഫ് കോൺഫിഡൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ആൻഡ് ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഏതോ ഒരു കാർഡ് കിങ് ഓഫ് കപ്സ് എനർജിയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കിങ് ഓഫ് കപ്സ് എനർജി ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഗിവിങ് നേച്ചർ ആണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന മാത്രമാണ് കാണുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾ പ്രാക്ടിക്കൽ ആവണം എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നൊക്കെ ആലോചിക്കുന്നതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അതുപോലെ ചിലവർക്ക് ഇവിടെ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് അങ്ങനെ എന്താ പറയുക, പൂർണ്ണമായിട്ട് നമ്മൾ അതിലേക്ക് പോയിട്ട് പ്രാർത്ഥന മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ആക്ഷൻസ് ആവശ്യമാണ്. പ്രാക്ടിക്കൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻസ് എടുക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ ആക്ഷൻസ് എടുക്കേണ്ട കാര്യം കൂടി ഉണ്ട്. അതിനുള്ള ധൈര്യം, അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒന്ന് കൂട്ടുക, അഫർമേഷൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, വർക്ക് ചെയ്യാനുണ്ട് നിങ്ങളുടെ മേലെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.